വിവാദ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ഗതാഗതമന്ത്രി CP ജോൺ സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്ന് ന്യായീകരണം. യാത്ര ചെയ്യാൻ പോലും സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ടെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും CP ജോൺ കൊച്ചിയിൽ പ്രതികരിച്ചു. പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷേ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെൻറ് കണ്ണു തുറക്കണം. ഇത്രയും അധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പറഞ്ഞതിന്റെ അർത്ഥം വിശദീകരിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് മന്ത്രി CP ജോൺ അല്ലേ? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അതെ സുരേഷ്, കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പ്രസ്താവനയിലാണ് CP ജോൺ ഇന്ന് ഒരു വിശദീകരണം നൽകിയത്. പക്ഷേ ആ വിവാദ പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് CP ജോൺ ഇന്നും ആവർത്തിച്ചത്. വിവാദം ഉണ്ടാക്കിയതിൽ അത് തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. താൻ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് അഭിനയിക്കുന്നു എന്നുള്ളൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ല. അത് വളച്ചൊടിച്ചതാണ്. വിവാദം ഉണ്ടാക്കിയ സംഭവത്തിൽ അത് തന്നോടൊരു വിശദീകരണം ചോദിച്ചിട്ടാകാമായിരുന്നു എന്നുള്ളതാണ് CP ജോൺ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു സ്ത്രീകൾ, അതായത് യാത്ര ചെയ്യാൻ പോലും പണമില്ലാത്ത, അതിന് കഴിവില്ലാത്ത, സാമ്പത്തികമില്ലാത്ത സ്ത്രീകൾ ഉണ്ട്. അത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ഉണ്ട് എന്ന കാര്യം താൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം അറിയാതിരുന്നത് സങ്കടകരം എന്നുള്ളതാണ് CP ജോൺ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് CP ജോൺ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. അതായത് കാശ് വേണ്ടാത്ത പ്രിയദർശിനി ബസ്സിലേക്ക് തള്ളിക്കയറാൻ സ്ത്രീകൾ ശ്രമിക്കുന്നു, തള്ളിക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ സ്കൂളുകളിൽ സ്വന്തം മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വിട്ടിട്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാതെ നേരെ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ കിടക്കുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം CP ജോണിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് വലിയ രീതിയിൽ വിവാദമാകുകയും ചെയ്തു. പക്ഷേ ആ വിവാദത്തിൽ ഒട്ടും തന്നെ തനിക്ക് സങ്കടമില്ല എന്നുള്ള ഒരു ആവർത്തിച്ചുള്ള പരാമർശം തന്നെയാണ് ഇന്ന് വിശദീകരണമായിട്ട് CP ജോൺ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന തന്റെ അല്ലെങ്കിൽ താൻ പറഞ്ഞ പരാമർശത്തെ വളച്ചൊടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വിവാദത്തിലൊന്നും തന്നെ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല, ഈ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് തങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത സ്ത്രീകളെ ഉദ്ദേശിച്ച് തന്നെയാണ്. മാത്രമല്ല, അത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്ന് വിശദീകരിക്കുകയായിരുന്നു തന്റെ ഉദ്ദേശമെന്നും CP ജോൺ എന്ന പ്രതികരണം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ്.